Alright students, we basic algebraic operations and topic discuss numbers in there, rational numbers and irrational numbers in the operations. Basically, we have addition, subtraction, multiplication, division operations, fractions, rational numbers, irrational numbers execute. That's confusion topic. That's why we discuss it. അടുത്ത ഒരു ടോപ്പിക് ആണ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കൃത്യംഗങ്ങൾ എന്ന് പറയും. അതും അതിന്റെ പ്രോപ്പർട്ടീസും അതിലുള്ള ചില നിയമങ്ങളും ചില പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് തന്നെയാണ്. അതിലും ചില ക്ലാരിറ്റി കുറവ് പല സ്റ്റുഡൻസിനും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ വളരെ ചെറിയൊരു ടോപ്പിക് നിങ്ങൾക്ക് പലർക്കും വൃത്തിയായിട്ട് അറിയുന്ന ടോപ്പിക് ആയിരിക്കാം, എന്നാൽ പോലും നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നത് അതാണ്. കാരണം എന്താണ് എക്സ്പോണന്റ് എന്ന് പറഞ്ഞാൽ, അതായത് വാട്ട് ഈസ് മീൻ ബൈ എ റേസ് ടു എൻ, എ റേസ് ടു എൻ, എ റേസ് ടു ദ പവർ എൻ. ഇത് അതിന്റെ ബേസ് എന്ന് പറയും, എന്നിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുക. ഇതിന്റെ അർത്ഥം എ എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അഥവാ ദിസ് ഈസ് എ ഇൻറ്റു എക്സെട്ര ഇൻറ്റു എ. എത്ര ടൈംസ്? n ടൈംസ്. സോ ഇവിടൊക്കെയാണ് നമ്മൾ സ്ക്വയർ ഒക്കെ വരുന്നത്. ഫോർ എക്സാമ്പിൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 2 ടൈംസ് 2 ഇൻറ്റു 2, അഥവാ 2 പ്രാവശ്യം 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. ദിസ് ഈസ് ഈക്വൽ ടു 4. അതേസമയം 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് 3 ഇൻറ്റു 3, ദിസ് ഈസ് ഈക്വൽ ടു 9. അതേസമയം 4 ക്യൂബ് എന്ന് പറയുമ്പോൾ 4 ക്യൂബ് നമ്മൾ പറയും 4 റേസ് ടു 3, 4 ടു ദ പവർ 3, 4 ഘാതം 3 എന്ന് പറയും. മലയാളത്തിലാണെങ്കിൽ 1 ഘാതം 2, 1 ഘാതം ഘാതം എന്നുള്ളതാണ് റേസ് ടു ദ പവർ എന്ന് പറയുന്നതിന് മലയാളത്തിൽ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ 4 റേസ് ടു 3, 4നെ 4ാമത്തേലേക്ക് ഉയർത്തിയത് എന്നുള്ള അർത്ഥത്തിൽ, 4നെ 3ാമത്തേലേക്ക് 4 റേസ് ടു 3. സോ ദിസ് ഈസ് 4 ഇൻറ്റു 4 which is equal to 4 into 4 16 into 4 64, 64. 4 cube is 64. So ഈ പറയുന്നതാണ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം, നിങ്ങൾക്ക് സ്ക്വയേഴ്സ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അറിയണം. ഏത് വരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 25-30 വരെയുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, സ്ക്വയർ വാല്യൂസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ അത് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് അറിയാന്നുള്ളത് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്യാം. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കാം. ഞാൻ ഏതായാലും ബോർഡിൽ ഇവിടെ എഴുതാം. സ്ക്വയേഴ്സ്: 1 സ്ക്വയർ, 2 സ്ക്വയർ is equal to 4, 3 സ്ക്വയർ is equal to 9, 4 സ്ക്വയർ is equal to 16, 5 സ്ക്വയർ is equal to 25, 6 സ്ക്വയർ is equal to 36, 7 square is equal to 49, 8 square is equal to 64, 9 square is equal to 81, 10 square is equal to 100. ഇതുവരെ എല്ലാവർക്കും അറിയണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ 11 square is equal to 121, 12 square is equal to 144, 13 square is equal to 169, 14 square is equal to 196, 15 square is equal to 225, 16 square is 256, 17 square is 289, 18 square is 324, 19 square is 361, 20 square is equal to 400. അതുപോലെ തന്നെ അടുത്തത് 21 square is equal to 441, 22 square is equal to 484, 23 square is equal to 529, 24 square is equal to 576, 25 square that is 625, 26 square is equal to 676, 27 square is equal to 729, 28 square is equal to 784, 29 square is equal to 841, 30 square is equal to 900. നമ്മൾ തൊട്ട് മുകളിലുള്ള രണ്ട് നമ്പേഴ്സ് 31 square is equal to 961, 32 square is equal to 1024,
33 square is equal to 1089. അങ്ങനെ മുകളിലേക്ക് പോകും. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 30 സ്ക്വയർ വരെയെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതാണ് സ്ക്വയേഴ്സിനെ പറ്റി പറയാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്ക്വയേഴ്സിനെ പറ്റി അറിയേണ്ടത്. ഓക്കെ, സോ ഇത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ക്യൂബ് ഉണ്ട്. സോ ഈ വാല്യൂസ് കാണാതെ പഠിച്ചിരിക്കണം. സ്ക്വയേഴ്സിന്റെ അറ്റ്ലീസ്റ്റ് 900 അഥവാ 30 സ്ക്വയർ വരെയെങ്കിലും. തിരിച്ച് സ്ക്വയർ റൂട്ട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, പെട്ടെന്ന് അറിയണം. ഓക്കെ, അത്രയും വരെയെങ്കിലും. അതായത് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച പോലെ ഒരു 20 വരെ പോരാ, നമുക്കൊരു 30, 32, 33 വരെയെങ്കിലും വേണം. അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും. ഈവൻ എന്റെ മനസ്സിൽ പോലും പല നമ്പേഴ്സും ഉണ്ടാവില്ല. ഓക്കെ, സോ സ്ക്വയേഴ്സിനെ പറ്റി പറയാനുള്ളത് അതാണ്. ഇതുപോലെ തന്നെ ക്യൂബ്സും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 10 വരെയുള്ളതിന്റെ ക്യൂബ്, 10ന്റെ ക്യൂബ് 1000 ആണ്. സോ ക്യൂബ് ആകുമ്പോൾ നമ്പേഴ്സ് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ ക്യൂബിന്റെ കാര്യങ്ങൾ നമ്മൾ എഴുതുന്നില്ല, പക്ഷെ ക്യൂബ് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വാല്യൂസ് അല്ലാതെ തന്നെ ഇതിന്റെ ചില പ്രോപ്പർട്ടീസ്, എക്സ്പോണൻസിന്റെ ചില പ്രോപ്പർട്ടീസ്. അതിൽ നമ്പർ 1 raised to n is equal to 1ന്റെ പവറിൽ, ഇതാണ് പവർ എന്ന് പറയുന്നത്, പവറിൽ വരുന്ന നമ്പർ ഏത് തന്നെയാണെങ്കിലും 1നെ നിങ്ങൾ എത്ര സമയം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ആൻസർ ഇറ്റ്സ് നത്തിങ് ബട്ട് 1. രണ്ടാമത്തെ പ്രോപ്പർട്ടി എനി നമ്പർ raised to 0, a raised to 0, നിങ്ങൾക്കറിയാം 1 raised to 0 is equal to 1, 2 raised to 0 is equal to 1, 3 raised to 0 is equal to 1. Any number raised to 0 is equal to 1. There is one condition, ഒരു important condition ഉണ്ട്. 0 raised to 0 എന്ന് പറയുന്നതിൽ 1 അല്ല എന്ന് പറഞ്ഞാൽ this is actually undefined or not defined. ഓക്കെ, 0 raised to 0 എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് a raised to 0 1 എന്ന് എഴുതുമ്പോൾ a ഒരിക്കലും എന്താവരുത്, a ഒരിക്കലും 0 ആവരുത്. അതൊരു കണ്ടീഷനാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഓക്കെ, സോ അടുത്തത് മൂന്നാമത്തെ പ്രോപ്പർട്ടി a raised to minus n. ഒരു നമ്പറിന്റെ പവറിൽ നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? പലർക്കും കൺഫ്യൂഷൻ ഒരു സംഭവമാണത്. a raised to negative n, what does that mean? That means this is 1 by a raised to n. a യുടെ പവറിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അഥവാ a raised to minus 1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് 1 by a. ഓക്കെ, a raised to minus 2 is 1 by a square. ആ നെഗറ്റീവ് നമ്പർ നമ്മൾ താഴേക്ക് ഇറക്കും, എന്നിട്ട് a raised to n എന്ന് എഴുതും. അഗൈൻ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. വാട്ട് ഈസ് 0 raised to minus 1? 0 raised to minus 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 1 by, ഈ 1 by 0 എന്ന് പറയുന്ന സാധനം നോട്ട് ഡിഫൈൻഡ് ആണ്. ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. അത് 0 raised to minus 2 ആയാലും അതേ പ്രശ്നമാണ്. 1 by 0 square, 1 by 0 square എന്ന് പറഞ്ഞാൽ അഗൈൻ 1 by 0 ആണ്, അതും നോട്ട് ഡിഫൈൻഡ് ആണ്. സോ സ്വാഭാവികമായിട്ടും a raised to minus n equal to 1 by a raised to n എന്ന് എഴുതുമ്പോ ഒരിക്കലും a എന്താവരുത്, a should not be 0. ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. താഴെ ഛേദം ഒരിക്കലും 0 ആവരുത്. അത് ഡിവിഷന്റെ, ഹരണത്തിന്റെ ആ പറയുന്ന പ്രോപ്പർട്ടിയെ തന്നെ ബാധിക്കുക. അല്ലെങ്കിൽ ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്, മാത്തമാറ്റിക്കലി ഡിഫൈൻഡ് അല്ല. ഓക്കെ, സോ ഈ കാണുന്ന 3 പ്രോപ്പർട്ടീസ്. നാലാമത്തെ പ്രോപ്പർട്ടി a raised to 1 by n. a raised to 1 by n, അതായത് ആ ഒരു നമ്പറിന്റെ പവറിൽ ഒരു ഫ്രാക്ഷൻ, അതും സാധാരണ രീതിയിൽ 1 by n എന്നുള്ള ഫ്രാക്ഷൻ ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട്. റൂട്ട് എന്ന് പറയുമ്പോൾ സാധാരണ സ്ക്വയർ റൂട്ട് അല്ല. നിങ്ങൾ സ്ക്വയർ റൂട്ട് പഠിച്ചിട്ടുണ്ടാവും, ക്യൂബ് റൂട്ട് പഠിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ രീതിയിൽ 4th റൂട്ട് 5th റൂട്ട് എന്നൊക്കെ പറയാം. ഈ കാണുന്ന a raised to 1 by n വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ nth റൂട്ട്. നമ്മൾ ഇങ്ങനെയാണ് nth റൂട്ടിനെ ഡിനോട്ട് ചെയ്യുക. റൂട്ടിന്റെ സിംപിളി ആ റൂട്ടിന്റെ സിമ്പിൾ മാത്രമാണെങ്കിൽ ഇതെന്താണ്, ഇത് സ്ക്വയർ റൂട്ടാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ് വേണ്ടത്. ഓക്കെ, അത് ക്യൂബ് റൂട്ട് ആണെങ്കിൽ നമ്മൾ ഇതാ ഇങ്ങനെ ഇടും. nth റൂട്ട് ആണെങ്കിൽ ഇതാ ഈ കാണുന്ന രീതിയിൽ ഇടും. റെഡിയാണോ? സോ ദിസ് ഈസ് ദ nth റൂട്ട് ഓഫ് a. അതായത് റൂട്ട് a എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് a എന്ന് പറയുന്നത് a raised to 1 by 2 ആണ്. a raised to 1 by 3 എന്ന് പറഞ്ഞാൽ that is the cube root, that is the cube root of a. Means 8 raised to 1 by 3 എന്ന് പറയുന്നത് എന്താണ്? 8 raised to 1 by 3.
8 raised to 1 by 3. That is nothing but cube root 1 by 3 and cube root of 8. What is the cube root of 8? Is equal to 2. Ready or no? 16 raised to 1 by 4. 16 raised to 1 by 4 എന്ന് പറഞ്ഞാൽ it's the fourth root of 16. Fourth root of 16. ഈ കാണുന്ന fourth root of 16 എന്ന് പറയുന്നത് actually 2 into 2 into 2 into 2 ഇതാണ് 16 എന്ന് പറയുന്നത്. So ഈ കാണുന്ന 16ന്റെ fourth root എന്ന് പറയുന്നത് 2 ആണ്. This is equal to 2. 9 raised to 1 by 2. 9 raised to 1 by 2. 1 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ simply square root. Square root ന്റെ കേസ് നമ്മൾ 2 എന്ന് എഴുതാറില്ല. ഇനി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. Square root of 9 that is equal to 3. So പറഞ്ഞു വന്ന റിസൾട്ട് എന്താണ്? A raised to 1 by n is the nth root of a. ആ നമ്പറിന്റെ nth root ആണ്. റെഡി ആണോ? റെഡി ആണോ? അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ 4 പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. അഞ്ചാമത്തെ പ്രോപ്പർട്ടി a raised to m into a raised to n. a raised to m into a raised to n is equal to ഇതിന്റെ റിസൾട്ട് it's a raised to m plus n. ആ പവറുകൾ രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന a raised to m a raised to n കൂടിയാണ്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പവേഴ്സ് ആയിട്ടുള്ള m n കൂടെ ആഡ് ചെയ്യപ്പെടും. എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം a raised to m എന്ന് പറഞ്ഞാൽ a into അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര ടൈംസ്? m ടൈംസ്. അതാണ് ഫസ്റ്റ് പാർട്ട്. ഇൻറ്റു ഇതാണ് ഈ കാണുന്ന a raised to m ഇൻറ്റു ഇവിടെ വീണ്ടും a into എക്സെട്ര into a എത്ര പ്രാവശ്യം? n ടൈംസ്. അതാണ് രണ്ടാമത്തെ ബ്രാക്കറ്റ്. അഥവാ ഈ പറയുന്നത് എത്ര പ്രാവശ്യം a നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് മൊത്തം? ഇവിടെ m ഉം ഇവിടെ n ഉം ടോട്ടൽ m plus n എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? a raised to m plus n എന്ന് എഴുതാം. അതായത് 2 raised to 3 into 2 raised to 4 is equal to രണ്ടും താഴെ ബേസ് സെയിം ആണ്, രണ്ടും a ആണ്, അത് ഓർമ്മ വേണം. 2 raised to 3 into 2 raised to 4 എന്ന് പറഞ്ഞാൽ it's 2 raised to 7. എന്താ 2 raised to 3 എന്ന് പറയുന്നത്? 2 raised to 3 എന്ന് പറയുമ്പോൾ 2 into 2 into 2. 2 raised to 4 എന്ന് പറഞ്ഞാൽ it's nothing but 2 into 2 into 2 into 2. 4 പ്രാവശ്യം. ഈ കാണുന്ന സാധനത്തിന് നമുക്ക് എത്ര പ്രാവശ്യം ഉണ്ട് മൊത്തം? 2. ഇതും മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. സോ ഒന്നിച്ചങ്ങ് എടുത്തു കഴിഞ്ഞാൽ it's 2 raised to 7. റെഡി ആണോ? സോ ആ രീതിയിലാണെങ്കിൽ പവേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. പവേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. a raised to m into a raised to n എന്ന് പറയുന്നത് it's a raised to m plus n. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യപ്പെടും സ്വാഭാവികമായിട്ടും. അടുത്തത് നമ്പർ 6 a raised to m divided by a raised to n is equal to a raised to m minus n. മൾട്ടിപ്ലൈ ചെയ്യപ്പെടുമ്പോൾ പവറുകൾ ആഡ് ചെയ്യപ്പെടും, ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ പവറുകൾ സബ്ട്രാക്ട് ചെയ്യപ്പെടും. ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് നേരത്തെ പോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദിസ് ഈസ് a raised to m. ഈ താഴെ കിടക്കുന്ന a raised to n ഇല്ലേ, ഇത് നമുക്ക് എന്ത് എഴുതാം? a raised to minus n എന്ന് എഴുതാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള സംഭവം. എവിടെ? a raised to minus n എന്ന് പറയുന്നതാണ് 1 by a raised to n. അപ്പൊ a raised to n താഴെ ആണെങ്കിൽ നമുക്ക് അതിന് മുകളിലേക്ക് a raised to minus n എന്ന് എഴുതാം. അതാണ് നമ്മൾ ഈ കാണുന്നത്. താഴെയുള്ള a raised to n ഞാൻ മുകളിലേക്ക് എഴുതി, എന്നിട്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യല്ലേ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഈസ് a raised to m പ്ലസ് ഇത് n അല്ല, പകരം മൈനസ് n ആണ്. അതാണ് a raised to m minus n എന്ന് പറയുന്നത്. അതായത് 2 raised to 3 divided by 2 raised to 4. 2 raised to 3 divided by 2 raised to 4 is equal to what is it? 2 raised to 3 divided by 2 raised to 4 എന്ന് പറഞ്ഞാൽ 2 raised to 3 minus 4 അഥവാ 2 raised to minus 1. എന്താ ഈ 2 raised to minus 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം that is 1 by 2. ഇതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഈ കാണുന്ന 2 raised to 3 എന്ന് പറയുന്നത് 2 into 2 into 2, താഴെ 2 raised to 4 എന്ന് പറയുന്നത് 4 പ്രാവശ്യം. ഇത് നോക്കി, ഈ കാണുന്ന സാധനത്തില് നമുക്കറിയാം ഈ കാണുന്ന 2s എല്ലാം കൂടെ ക്യാൻസൽ ചെയ്യാം. ഒരു 2 എവിടെ ബാക്കിയാവും? താഴെ ബാക്കിയാവും. ഇതാണ് 1 by 2. ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഓക്കെ, സോ a raised to m divided by a raised to n is equal to a raised to m minus n. റെഡിയാണോ? അടുത്തത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് 6th one 7th. a raised to m all raised to n. a raised to m all raised to n.
എ റേസ് ടു എമ്മിന്റെ പവറിൽ n. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു എ റേസ് ടു എം എൻ. എം എൻ എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു എൻ. അഥവാ പവറിന് വീണ്ടും മുകളിൽ പവർ വന്നു കഴിഞ്ഞാൽ, എക്സ്പോണന്റിന് വീണ്ടും എക്സ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. അതില് ഇത് നമുക്കൊരു പ്രൂഫ് പറയാം. വാട്ട് ഈസ് എ റേസ് ടു എം? എ റേസ് ടു എം എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സെട്ര ഇൻറ്റു എ. എത്ര പ്രാവശ്യം? എം ടൈംസ്. ഇതാണ് എ റേസ് ടു എം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാധനം. അതിന്റെ പവറിൽ n എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യപ്പെടണം? n ടൈംസ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ബ്രാക്കറ്റ്സ് എത്ര ഉണ്ടാവും? അങ്ങനെയുള്ള ബ്രാക്കറ്റ്സ് ഈ കാണുന്ന സംഭവം ടോട്ടൽ n ബ്രാക്കറ്റ്സ് ഉണ്ടാവും. ഓരോ ബ്രാക്കറ്റിലും എത്ര എകളാണ്? m ടൈംസ്. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലിസ്റ്റ് മൊത്തത്തിൽ അങ്ങ് എടുത്തു നോക്കിയേ. ഓരോ ബ്രാക്കറ്റിനകത്തും m വീതം എകളുണ്ട്. അങ്ങനത്തെ എത്ര ബ്രാക്കറ്റ്സ് ഉണ്ട്? n ബ്രാക്കറ്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ കാണുന്ന ലൈനിലുള്ള എകളെല്ലാം കൂടെ എണ്ണിക്കഴിഞ്ഞാൽ ഇവിടെ m പ്ലസ് m എത്ര പ്രാവശ്യം? n പ്രാവശ്യം. n ടൈംസ് m എകൾ ഉണ്ടാവും. സോ ദിസ് ഈസ് വാട്ട്സ് എ റേസ് ടു m ഇൻറ്റു n എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് എക്സാമ്പിൾ എഴുതാം. 3 സ്ക്വയർ ഹോൾ ക്യൂബ്. 3 square whole cube. So that would be, this is, നമ്മൾ എന്താ പറഞ്ഞത്? 3 into 3 raised to 2 into 3. That is 3 raised to 6. ഇതിനർത്ഥം 3 square എന്ന് പറഞ്ഞാൽ 3 into 3. അങ്ങനത്തെ എത്ര ബ്രാക്കറ്റ്സ്? 3 ബ്രാക്കറ്റ്സ്. ആ 3 ബ്രാക്കറ്റ്സിൽ എന്താ ഉള്ളത്? 3 into 3 എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എത്രയാണ്? This is 3 raised to 6. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം വേണമെങ്കിൽ. 3 square whole cube എന്ന് പറയുന്നത്, what is 3 square? It's 9 whole raised to 3. 9ന്റെ ക്യൂബ്, 9ന്റെ ക്യൂബ് അറിയണം. That is 729. ഓക്കെ, ഇനി 3 raised to 6 എന്ന് പറഞ്ഞാലോ? 3 raised to 6 എന്നുള്ളതിന് നമുക്ക് നേരത്തെ പഠിച്ച സംഭവങ്ങൾ അനുസരിച്ച് ഈ കാണുന്ന സാധനത്തിന് 3 square into 3 square into 3 square എന്ന് എഴുതാം. അല്ലെങ്കിൽ വേറൊരു വഴിയുള്ളത്, ഈ കാണുന്നതിനെ നമുക്ക് പല രീതിയിലേക്ക് മാറ്റി എഴുതാം. 3 into 3 into 3. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം പറയുന്നത് ഈ കാണുന്ന 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 into 3 into 3 27 ഇൻറ്റു ഈ കാണുന്നതും 27 ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 27 സ്ക്വയർ. ദാറ്റ് ഈസ് ഓൾസോ 729. സോ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. നമ്മൾ പറഞ്ഞ റിസൾട്ട് എന്താണ്? നമ്മൾ പറഞ്ഞ റിസൾട്ട് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം. ഈ കാണുന്ന റിസൾട്ടിന്റെ കൂടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട് ഇവിടെ ഉണ്ട്. എ റേസ് ടു എം റേസ് ടു എൻ, എ റേസ് ടു എം റേസ് ടു എൻ. ഈ പറയുന്ന സാധനം ഇതല്ല. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എ റേസ് ടു എം റേസ് ടു എൻ എന്ന് പറയുന്നതും എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ കാണുന്ന സംഭവം ക്ലിയർ ആവും. 2 raised to 3 സ്ക്വയർ. ഈ കാണുന്നതിൽ 2 raised to 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് 3 സ്ക്വയർ? 3 സ്ക്വയർ ഈസ് 9. ദാറ്റ് ഈസ് 2 raised to 9. 2 raised to 9 എന്ന് പറഞ്ഞാൽ 2 raised to 9 അറിയോ? 2ന്റെ പവേഴ്സ് ഒക്കെ അറിയണം. അതൊന്ന് നോട്ട് ചെയ്ത് നോക്കിയേ. 2ന്റെ പവേഴ്സ് 2 raised to 1 2, 2 raised to 2 4, 2 raised to 3 8, 2 raised to 4 16, 2 raised to 5 32, 2 raised to 6 64, 2 raised to 7 128, 2 raised to 8 it's 256, 2 raised to 9 512, 2 raised to 10 is 1024. So ഇത്ര വരെ നിങ്ങൾക്ക് 2ന്റെ പവേഴ്സ് അറിഞ്ഞിരിക്കണം. So 2 raised to 9 എന്ന് പറഞ്ഞാൽ that's 512. അതേസമയം എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാലോ 2 raised to 3 raised to 2 എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ആക്കി കഴിഞ്ഞാലോ വാട്ട് ഈസ് 2 raised to 3? 2 raised to 3 ഈസ് 8 സ്ക്വയർ ഈസ് ഈക്വൽ ടു 64. ഈ കാണുന്ന രണ്ട് നമ്പേഴ്സും ചെക്ക് ചെയ്ത് നോക്കിയത് രണ്ടും ഒന്നാണോ? അതായത് എ റേസ് ടു എം റേസ് ടു എൻ എന്ന് പറയുന്നതും എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. നമ്മൾ പറഞ്ഞ റിസൾട്ട് ഇല്ലേ, ഏത് നമ്മൾ പറഞ്ഞ റിസൾട്ട് ഏതിനാ?
നമ്മൾ പറഞ്ഞ റിസൾട്ട് ഇതാ a raised to m whole raised to n. അതിനെയാണ് നമുക്ക് a raised to mn എന്ന് എഴുതാൻ പറ്റുന്നത്. അതായത് ഈ കാണുന്ന a raised to m raised to n എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് എഴുതാൻ പാടില്ല? ഇറ്റ്സ് നോട്ട് a raised to mn. ഈ സംഭവം പറ്റില്ല. ഓക്കെ, പവറിന്റെ പവർ വരുന്ന സമയത്ത് ആ കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. a raised to m whole raised to n ആണെങ്കിൽ a raised to mn എന്ന് എഴുതാം. അതേസമയം ആ ബ്രാക്കറ്റ് എവിടെ ഇട്ടിട്ടുണ്ടെന്ന് നോക്കണം. a raised to m raised to n ആണെങ്കിൽ a raised to m raised to n അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അത് രണ്ടും രണ്ടാണ്. ഓക്കെ, സോ ആ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. റെഡി ആണോ? ക്ലിയർ ആണോ? നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. നമ്മൾ പറഞ്ഞ റിസൾട്ട് നമ്പർ 7. സോ നൗ റിസൾട്ട് നമ്പർ 8. a raised to m by n. a raised to m by n. ഈ കാണുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ this can be written as a raised to m into 1 by n. Okay, a raised to m into 1 by n. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് a raised to m whole raised to n ആണെങ്കിൽ this can be written as a raised to mn. So ഇപ്പൊ ഇവിടെ m into n അല്ല, into 1 by n ആണ്. So this can be written as a raised to m whole raised to 1 by n. m into 1 by n, അതാണ് m by n. സോ ഞാൻ അങ്ങനെ ചെയ്ത് a raised to m എടുത്തു, ഈ കാണുന്നതിന് ഒരു ഹോൾ പവറിന്റെ അടുത്ത് മുകളിലിട്ടു. ഈ കാണുന്ന raised to 1 by n വന്നു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? raised to 1 by n വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്താ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് nth റൂട്ട് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു nth റൂട്ട് ഓഫ് വാട്ട്? a raised to m. nth റൂട്ട് ഓഫ് a raised to m. സോ ഇത് നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. 2 raised to 3 by 2. 2 raised to 3 by 2. This can be written as 2 raised to 3 whole raised to 1 by 2. അഥവാ 2 raised to 3 whole raised to 1 by 2 എന്ന് പറയുന്നത് 2 raised to 3 into 1 by 2, അതാണ് 3 by 2. What is 2 raised to 3? 2 raised to 3 is equal to 8 raised to 1 by 2. What is 8 raised to 1 by 2 means? Square root of 8. നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ഈ കാണുന്ന സ്ക്വയർ റൂട്ട് ഓഫ് 8 നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? ഈ കാണുന്ന സ്ക്വയർ റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് 4 into 2 ആണ്. 4 ന്റെ റൂട്ട് 2 അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 2 root 2. ഈ കാണുന്ന കിട്ടിയ റിസൾട്ടിൽ അത്ഭുതമൊന്നുമില്ല. നമുക്ക് ഈ പറയുന്ന റിസൾട്ട് ഇങ്ങനെ അല്ലാതെയും കിട്ടും. 2 raised to 3 by 2 എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് 2 raised to 3 by 2 എന്ന് പറയുന്നതിനെ 2 raised to 3 by 2 എന്ന് പറഞ്ഞാൽ 1.5. സോ 1 plus half എന്ന് എഴുതാലോ. 1 plus half എന്ന് എഴുതാം. a raised to m plus n എന്ന് പറയുന്നത് a raised to m into a raised to n ആണ്. സോ ദിസ് ഈസ് 2 raised to 1 into 2 raised to 1 by 2. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പവർ 2 ആഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് 2 raised to 1? 2 raised to 1 is nothing but 2. വാട്ട് ഈസ് 2 raised to 1 by 2? 2 raised to 1 by 2. 1 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറിൽ 1 by 2 വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്താ? റൂട്ട്. ഏത് റൂട്ട്? സെക്കൻഡ് റൂട്ട് അഥവാ സ്ക്വയർ റൂട്ട്. സോ ദിസ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, സോ വേറൊരു എക്സാമ്പിൾ. another example. 4 raised to 3 by 2. 4 to the power 3 by 2. 4 raised to 3 by 2, this can be written as, ഇത് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, yes, 4 raised to 3 by 2 എന്നുള്ളതിന് നമുക്ക് 4 raised to 3 whole raised to 1 by 2 എന്ന് എഴുതാം. This is equal to what is 4 raised to 3? 4 raised to 3 is 4 into 4 into 4, that is 64 raised to 1 by 2, means this is the square root of 64 which is equal to 8. ഇതിൽ തന്നെ നമുക്ക് ഇതേ സ്റ്റെപ്പിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യാം. 4 raised to 3 by 2 എന്ന് പറയുന്നത് 4 raised to 1 by 2 raised to 3 അങ്ങനെ എഴുതാം. 3 by 2 എന്ന് പറയുന്നത് 3 into 1 by 2 ആണ്. 1 by 2 ആണോ ആദ്യം 3 ആണോ ആദ്യം എന്നുള്ളതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. 4 raised to 1 by 2 4 raised to 1 by 2 into 3 എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ കാണുന്ന 3 by 2 നമുക്ക് ഇതാ 1 by 2 into 3 എന്ന് എഴുതി കഴിഞ്ഞാൽ this can also be written as 4 raised to 1 by 2 whole raised to 3. What is 4 raised to 1 by 2? 4 raised to 1 by 2 എന്ന് പറഞ്ഞാൽ square root of 4. Square root of 4 the whole raised to 3. Square root of 4 നമുക്കറിയാം 2 raised to 3 which is equal to 8. So ഏത് രീതിയിലും നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം.
റെഡിയാണോ? എന്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റെപ്പാണ് കുറെ കൂടെ നല്ലത്. കാരണം ഇവിടെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന നമ്പേഴ്സ് നോക്കിയ 4 റൂട്ട് എന്ന് വെച്ചാൽ ഒരുപാട് വലുതായില്ല. ഇവിടെ നമ്മൾ ആദ്യം ക്യൂബ് എടുത്തു, പിന്നെ സ്ക്വയർ റൂട്ട് എടുത്തു. ഇവിടെ ആദ്യം സ്ക്വയർ റൂട്ട് എടുത്തു, പിന്നെ ക്യൂബ് എടുത്തു. ഈ കാണുന്ന നമ്പർ 64 പോയതിന് ശേഷം തിരിച്ചു വന്നത്. ഇവിടെ നമ്മൾ 64 എത്തിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ തന്നെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ആദ്യം കഴിയുമെങ്കിൽ ആദ്യം റൂട്ടിന്റെ സംഭവങ്ങൾ ചെയ്യുക, എന്നിട്ട് മുകളിലെ പവർ നോക്കുക. അതാണ് മറ്റതിനേക്കാളും എളുപ്പത്തിൽ വരാം. റെഡിയാണോ? സോ a raised to m by n എന്ന് പറയുന്നത് nth റൂട്ട് ഓഫ് a raised to m. സോ ഒന്ന് രണ്ട് റിസൾട്ടും കൂടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് 9 ab രണ്ട് നമ്പേഴ്സ് ഹോൾ റേസ് ടു n. a b ഹോൾ റേസ് ടു n എന്നുള്ളതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇറ്റ്സ് നത്തിങ് ബട്ട് a റേസ് ടു n b റേസ് ടു, അതായത് 2 into 3 the whole square. 2 into 3 the whole square എന്ന് പറയുന്നതിന് നമുക്ക് 2 square into 3 square എന്ന് എഴുതാം. ഇത് രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം. 2 into 3 എന്ന് പറഞ്ഞാൽ 6 square. 6 square is 36. 2 square എന്ന് പറഞ്ഞാൽ 4, 3 square എന്ന് പറഞ്ഞാൽ 9. 4 into 9 that is also 36. സോ രണ്ട് രീതിയിലും ചെയ്യുന്നതിന് കുഴപ്പമില്ല. സോ xy whole square എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് x square into y square. ഇതിനർത്ഥം എന്താണ്? xy the whole square എന്ന് പറഞ്ഞാൽ x into y into x into y. ഈ കാണുന്ന എല്ലാം കൂടെ മൾട്ടിപ്ലൈ അല്ലേ? ഇവിടെ രണ്ട് പ്രാവശ്യം x വന്നിട്ടുണ്ട്, സോ x സ്ക്വയർ. അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം y വന്നിട്ടുണ്ട്, y സ്ക്വയർ. സോ അങ്ങനെയാണ് a b ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് a റേസ് ടു n into b റേസ് ടു n ആയിട്ട് മാറുന്നത്. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും a by b the whole raised to n. a by b the whole raised to n എന്ന് പറയുന്നത് എങ്ങനെ വരും? a raised to n divided by b raised to n. It's nothing but a by b എന്ന് പറയുന്നത് a into 1 by b the whole raised to n. This is equal to a raised to n into 1 by b the whole raised to n. Whole raised to n. ഈ 1 by b the whole raised to n എന്ന് പറയുമ്പോൾ 1 raised to n doesn't matter, താഴെ b raised to n വരും. അഥവാ ഇതാണ് a raised to n divided by b raised to n. ഓക്കെ, സോ ഇതുവരെ നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചില ഇൻട്രസ്റ്റിംഗ് റിസൾട്ടുകൾ നമ്മൾ വളരെ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ആയിരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ നമ്പറിന്റെ പവറിലും 0 എടുത്തു കഴിഞ്ഞാൽ 1 ആണ്. കണ്ടീഷൻ ഉണ്ട് a not equal to 0. 0 raised to 0 നമുക്ക് ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്. ഇതെങ്ങനെ കിട്ടി? എല്ലാ നമ്പറിന്റെയും പവറിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ 1 ആണെന്നുള്ളത്. ഇത് നമുക്ക് എങ്ങനെ കിട്ടി? ഇതിന്റെ അർത്ഥം നമുക്കറിയാം a by a equal to 1 for any number that is not equal to 0. 0 അല്ലാത്ത ഏതൊരു നമ്പറിനെയും അതിനെ അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആണ്. ഈ കാണുന്ന a by a എന്നുള്ളതിനെ a raised to 1 divided by a raised to 1 എന്ന് എഴുതാം. ഓക്കെ, this is equal to a raised to, നമ്മൾ പറഞ്ഞിട്ടുണ്ട് a raised to m divided by a raised to n എന്ന് പറയുന്നത് a raised to m minus n ആണ്. So this is equal to a raised to 1 minus 1 അഥവാ equal to 0. എന്താണ് 0? സോറി, a raised to 1 minus 1 is a raised to 0. ആ കാണുന്ന a raised to 0 എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതാണ് 1 എന്ന് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ a by a equal to 1 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും a raised to 1 minus 1 അഥവാ a raised to 0 ആണ് ഈ പറയുന്ന 1 എന്ന് പറയുന്ന സാധനം. റെഡി? അപ്പൊ എങ്ങനെയാണ് ഏതൊരു നമ്പറിന്റെ, ഏതൊരു നോൺ സീറോ നമ്പറിന്റെയും പവറിൽ 0 ആണെങ്കിൽ the result would be 0. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും റൂൾസ് ആണ് നിങ്ങൾക്ക് എക്സ്പോണൻസിന്റെ കാര്യത്തിൽ അറിയേണ്ടത്. ഏറെക്കുറെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സാധാരണ കുട്ടികൾക്ക് ഇതിൽ കൺഫ്യൂഷൻസ് ആണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്നതിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ കാണുന്ന പാർട്ട് റെഫർ ചെയ്യുക. ഈ പറയുന്ന റിസൾട്ടുകളൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവണം. ഒരു പേജിലായിട്ട് ആ കാണുന്ന റിസൾട്ടുകൾ എഴുതി വെക്കുക. എക്സാമ്പിൾസും കാര്യങ്ങളും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. നിങ്ങൾ ഫിസിക്സിലൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നൊക്കെ പറയുന്ന ചാപ്റ്ററിൽ വളരെ ആവശ്യം വരുന്ന പവറുകളുമായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഡയമെൻഷണൽ അനാലിസിസിലൊക്കെ വരാറുണ്ട്. സോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഈ പറയുന്ന സംഭവം ആവശ്യം വരും. അതുപോലെ തന്നെയാണ് മാത്സിൽ നിങ്ങൾ മുന്നോട്ട് പഠിക്കാൻ പോകുന്ന പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, അറേഞ്ച്മെന്റ്സ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ആ ചാപ്റ്ററിലും ഈ കാണുന്ന രീതിയിൽ പവർ, എക്സ്പോണൻസിന്റെ റൂൾസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ
അത്രയാണ് ബേസിക് ആൾജിബ്രായിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ പഠിച്ചു വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ എഴുതി വെച്ചിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. നിങ്ങളൊരു റെഫറൻസ് ബുക്ക് പോലെ കൺസിഡർ ചെയ്യുക. പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ റിസൾട്ടിലേക്ക് നിങ്ങൾ റെഫർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഒരുപാട് പ്രാവശ്യം, ഒരു 4-5 പ്രാവശ്യമൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻ ആയിട്ട് വന്ന് ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇതൊന്നും ബൈഹാർട്ട് ചെയ്യല്ല വേണ്ടത്. എന്റെ ഒരു സജഷൻ ആണത്. ഈ പറയുന്ന ഫോമുലകളൊന്നും, ഈവൻ നിങ്ങൾ ഇനിയിപ്പോ മാത്സിലോ അല്ലെങ്കിൽ ബാക്കി സബ്ജക്റ്റുകളിലോ പഠിക്കാൻ പോകുന്ന ഫോമുലകളൊന്നും ബൈഹാർട്ട് ചെയ്ത് ഫോമുല വായിച്ച് പഠിച്ച് ബൈഹാർട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആ ഫോമുല യൂസ് ചെയ്യുക. ഒരുപാട് പ്രാവശ്യം, നിങ്ങൾ ഒരു 10 പ്രാവശ്യം ഒരു ഫോമുല യൂസ് ചെയ്തു, 11ാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് അത് നോക്കേണ്ടി വരില്ല, നിങ്ങളെ മനസ്സിൽ നിന്ന് വരും. അഥവാ നിങ്ങൾ അത് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടാവും 11ാമത്തെ പ്രാവശ്യം ആകുമ്പോഴേക്കും. ഓക്കെ, സോ അപ്പൊ ആ രീതിയിലാണ് ഫോമുലകളൊക്കെ യൂസ് ചെയ്താണ് പഠിക്കേണ്ടത്, അല്ലാതെ വായിച്ച് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല മെത്തേഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോമുലകൾ താനെ നിങ്ങൾ പഠിച്ചോളും. അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ഈ കാണുന്ന റൂൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും എഴുതി വെക്കുക, റെഫറൻസ് ആയിട്ട് സെറ്റ് ചെയ്യുക. അത് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഈ കാണുന്ന ഭാഗങ്ങൾ എടുത്ത് റെഫർ ചെയ്യുക, എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഒരുപാട് പ്രാവശ്യം അങ്ങനെ റെഫർ ചെയ്യുമ്പോഴേക്ക് പിന്നൊരു അവസ്ഥയാകുമ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടാവും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആൾജിബ്രായിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ മറ്റൊരു സെഷനിലേക്ക് കടക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.